ഈ വർഷത്തെ ചിങ്ങം 1 കർഷക ദിനം പുതിയ സർക്കാരിന്റെ ആദ്യത്തെ കർഷക ദിനം ഏറ്റവും നന്നായി ആഘോഷിക്കുന്നതിന് വേണ്ടി എല്ലാ നടപടികളും സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഈ വരുന്ന ചിങ്ങം 1 ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ സംസ്ഥാനതല കർഷക ദിന പരിപാടി കളമശ്ശേരി ആഷിഷ് കൺവെൻഷൻ സെന്ററിൽ വെച്ചുകൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ഈ പരിപാടിയിൽ ബഹുമാനപ്പെട്ട മന്ത്രിമാരായ സ്ഥലത്തെ ശ്രീ അബ്ദുൽ ഗഫൂറും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ശ്രീ റോജി എം ജോൺ, ശ്രീ അനൂപ് ജേക്കബ് ഉൾപ്പെടെ MLA-മാർ, MP-മാർ, കർഷകർ, വനിതാ കർഷകർ പ്രത്യേകിച്ചും തുടങ്ങി വിവിധ ആളുകൾ മുഴുവൻ ഇതിൽ പങ്കെടുക്കും. ഈ വർഷത്തെ കർഷക ദിനത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷത വനിതാ കർഷക വർഷമായി ഐക്യരാഷ്ട്ര സംഘടന അന്തർദേശീയ തലത്തിൽ ആചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ വർഷത്തെ കർഷക ദിനം കടന്നു വരുന്നത്. അതിനനുസരിച്ചതായ ഒരു പദ്ധതിയുടെ ക്രമീകരണമാണ് ഏർപ്പെടുത്തി മുന്നോട്ട് പോകുന്നത്. വനിതാ കർഷക വർഷത്തോടനുബന്ധിച്ച് 2026 UDF സർക്കാർ കൃഷി സഖി എന്ന പേരിൽ പ്രത്യേകമായ ഒരു പദ്ധതി തന്നെ ആവിഷ്കരിച്ച് ബഡ്ജറ്റിൽ 350 ലക്ഷം രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. വനിതാ കർഷക വർഷം ഐക്യരാഷ്ട്ര സംഘടന ഒരു വർഷത്തെ പദ്ധതിയായാണ് പ്രഖ്യാപിച്ചതെങ്കിൽ കൃഷി സഖി പദ്ധതി 5 വർഷത്തെ തുടർ പദ്ധതിയായാണ് കൃഷി വകുപ്പ് വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിൽ നടീൽ പ്രവർത്തനങ്ങൾ, ട്രെയിനിങ്, വാല്യൂ എഡിഷൻ തുടങ്ങി എല്ലാ പ്രവർത്തനങ്ങളും അതിന്റെ ഭാഗമായി ഏകോപനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ വർഷത്തെ കർഷക ദിനത്തോടനുബന്ധിച്ച് 38 അവാർഡുകൾ കൃഷി വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ 38 അവാർഡുകളുടെ സ്ക്രീനിങ്ങും ഓരോന്നിനും കമ്മിറ്റികൾ വെച്ച് സ്ക്രീനിംഗ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ കർഷക ദിനത്തിൽ ഒരു സവിശേഷത കൂടെ പങ്കുവെക്കുന്നു. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള മൺമറഞ്ഞ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ നാമധേയത്തിലുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡും ഇത്തവണ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 5 ലക്ഷം രൂപയാണ് അവാർഡ് തുക. സാധാരണ എല്ലാ വർഷവും കൊടുക്കുന്ന മുൻ മുഖ്യമന്ത്രി ശ്രീ PKV-യുടെ നാമധേയത്തിലുള്ള അവാർഡും മുൻ കൃഷിമന്ത്രി VV രാഘവൻ സാറിന്റെ നാമധേയത്തിലുള്ള അവാർഡിന്റെയും തുടർച്ച എന്നുള്ള രീതിയിലാണ് സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് ഇത്തവണ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ കൂടെ മട്ടുപ്പാവിലെ കൃഷി, ഉദ്യാന കൃഷി ഉൾപ്പെടെയുള്ള പുതിയ അവാർഡുകളും ഇതിന്റെ ഭാഗമായി ക്രമീകരിച്ചിട്ടുണ്ട്. കർഷക ദിനത്തിന്റെ സംസ്ഥാനതല പരിപാടി എറണാകുളത്ത് ഇവിടെ വെച്ചുകൊണ്ട് നടക്കുന്നതുകൊണ്ട് എറണാകുളം ജില്ലയിലെ കൃഷിഭവനുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലുള്ള കർഷക ദിന പരിപാടികൾ വൈകുന്നേരമാണ്, ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുന്നത്. മറ്റെല്ലാ കൃഷിഭവനുകൾ കേന്ദ്രീകരിച്ചും ലോക്കൽ ബോഡികൾ കേന്ദ്രീകരിച്ചും സംയുക്തമായി കർഷകരെ ആദരിക്കാനും വനിതാ കർഷകരെ ഉൾപ്പെടെ ആദരിക്കാനും അതിൻ്റെ ക്ലാസുകളും പരിപാടികളും ഒക്കെയായി എല്ലാ പ്രവർത്തനങ്ങളുടെയും സ്വാഗത സംഘ രൂപീകരണങ്ങളും എല്ലാം കഴിഞ്ഞ് പൂർത്തീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഈ വർഷത്തെ ഓണത്തോടനുബന്ധിച്ച് ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പദ്ധതിയിലൂടെ നേരത്തെ ആവിഷ്കരിച്ചു. അതിൽ പച്ചക്കറികളുടെയും പൂക്കളുടെയും ഉൽപാദനത്തിന് പ്രത്യേക പ്രാധാന്യം കൊടുത്തുള്ള ഒരു പദ്ധതി ഇത്തവണ ആവിഷ്കരിച്ചു. ആ പദ്ധതിയുടെ വിളവെടുപ്പിലേക്ക്
തുടർ ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ കടന്നു പോവുകയാണ്. ഒരു പ്രധാനപ്പെട്ട പദ്ധതി നിങ്ങളുമായി പങ്കുവെക്കുന്നു കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ. അത് യുവത്വം കാർഷിക മേഖലയിൽ നിന്ന് വളരെയധികം പുറകോട്ട് പോയിരിക്കുകയാണ്. അതൊരു പ്രത്യേക സാഹചര്യമാണ് നമ്മൾ നേരിടുന്നത്. സൊസൈറ്റി ഇൻ ടോട്ടൽ ആ പ്രശ്നത്തെ നേരിടുന്നുണ്ട്. ബർത്ത് റേറ്റ് കുറഞ്ഞു, ഡെത്ത് റേറ്റ് കുറഞ്ഞു, ആയുർദൈർഘ്യം കുറഞ്ഞു, ഹൈ ഡെൻസിറ്റി മൈഗ്രേഷൻ ഉണ്ടാകുന്നു, നെഗറ്റീവ് പോപ്പുലേഷൻ ഗ്രോത്തിലേക്ക് പോകുന്ന ഒരു സൊസൈറ്റി ബിൽഡിങ്ങിലാണ് നമ്മളുള്ളത്. അതിൻ്റെ പ്രഭാവം സാധാരണഗതിക്ക് അപ്പുറം കാർഷിക മേഖലയെ ബാധിച്ചിട്ടുണ്ട്. അത് വീണ്ടെടുക്കാനുള്ള ഒരു വലിയ പ്രവർത്തനത്തിന് കൃഷി വകുപ്പ് നേതൃത്വം കൊടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായി എല്ലാ സ്കൂളുകളിലും കതിർ കാർഷിക ക്ലബ്ബുകൾ ആരംഭിക്കാനുള്ള തീരുമാനമെടുത്തു. ആ സ്കീം വിദ്യാഭ്യാസ വകുപ്പുമായി ചർച്ച ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രി ശ്രീ എൻ ഷംസുദ്ദീനും ഞാനും 3 തവണ ഇതുമായി ബന്ധപ്പെട്ടതായ ഉദ്യോഗസ്ഥരുടെ അടക്കം യോഗം വിളിച്ച് എല്ലാ ക്രമീകരണങ്ങളും ആയി. ഈ വർഷം 500 സ്കൂളുകളിൽ കതിർ കാർഷിക ക്ലബിന്റെ പ്രവർത്തനം തുടങ്ങുക, ലോഞ്ചിങ് തുടങ്ങുക. ഈ വർഷം അടുത്ത വർഷം കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലും സർക്കാർ, എയ്ഡഡ്, സ്വകാര്യ സ്കൂളുകൾ ഉൾപ്പെടെ എല്ലാ സ്കൂളുകളിലും കതിർ കാർഷിക ക്ലബിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഒരു കാര്യം കൂടെ പ്രത്യേകം എടുത്തു പറയുന്നു. കൃഷിയിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വെയിറ്റേജ് മാർക്ക് ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്തെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും. വെയിറ്റേജ് മാർക്ക് കൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് ഗവൺമെന്റ് പോവുക. അതിന്റെ ആലോചന നടന്നു. തത്വത്തിൽ ഇൻ പ്രിൻസിപ്പിൾ ആ തീരുമാനം അംഗീകരിച്ചു. അതിനുള്ള നടപടികളിലേക്ക് സർക്കാർ പോവുക. വിദ്യാഭ്യാസ വകുപ്പ് അതിന്റെ നല്ല മെച്ചപ്പെട്ട ഏകോപന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. കതിർ പദ്ധതിയോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചു കൃഷി സഖി, കതിർ, പിന്നെ അതോടൊപ്പം തന്നെ കേരളത്തിലെ മണ്ണിന്റെ പരിശോധന സാർവത്രികമായി നടക്കുകയും ഫ്ലഡും ഡ്രൗട്ടും രണ്ടും നമ്മൾ അനുഭവിക്കുകയാണ്. ആ പശ്ചാത്തലത്തിൽ മണ്ണിന്റെ മൂലകങ്ങൾ നഷ്ടപ്പെടുന്നത് പ്രധാനപ്പെട്ട പ്രശ്നമാണ്. സാർവത്രികമായ മണ്ണ് പരിശോധന രജിസ്റ്റർ ഡിജിറ്റലായി മുഴുവൻ നടത്തി സൂക്ഷിക്കാനുള്ള ഒരു പദ്ധതിയും കൃഷി വകുപ്പ് ആവിഷ്കരിച്ചിട്ടുണ്ട്. അതും മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ മൂന്ന് പദ്ധതികൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. പരമ്പരാഗതമായിട്ടുള്ള കാർഷിക രീതിയും ആധുനിക വിജ്ഞാനങ്ങൾ കാർഷിക മേഖലയിലേത് സമന്വയിപ്പിച്ചു. ഇത് രണ്ടും ഉയർത്തിപ്പിടിക്കുന്ന കാർഷിക സംസ്കാരത്തിനും പ്രവർത്തനത്തിനും കേരളത്തിലെ കൃഷി വകുപ്പ് നേതൃത്വം കൊടുക്കുകയാണ്. കേരളത്തിലെ കാർഷിക മേഖലയിൽ ഡ്രോൺ, AI ഇതിന്റെ സാർവത്രികമായിട്ടുള്ള ഉപയോഗക്രമത്തിലേക്ക് കേരളത്തിലെ കൃഷി വകുപ്പിനെ മാറ്റാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 17-ാം തീയതിയിലെ കർഷക ദിനത്തോടനുബന്ധിച്ച് വിവിധ സ്റ്റാളുകളുടെ ക്രമീകരണം ഇതിന്റെ ഭാഗമായി ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിന്റെ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ സമയക്കുറവ് കൊണ്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരുന്ന നോട്ടിൽ അതിന്റെ പ്രതിപാദ്യമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം പ്രളയമാണ്. മിന്നൽ പ്രളയത്തിന്റെയും ദുരന്തത്തിന്റെയും പശ്ചാത്തലത്തിൽ 14 ജില്ലകളിലും കൃഷി വകുപ്പ് കൺട്രോൾ റൂമുകൾ ആരംഭിച്ചു. ഇതിന്റെ പ്രവർത്തനം ഏറ്റവും നല്ല രീതിയിലുള്ള ഏകോപന പ്രവർത്തനങ്ങൾ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ $36,829 കർഷകരെ ഇന്നലെ വരെ ഇത് ബാധിച്ചിട്ടുണ്ട്. അതിൽ
3264 ഹെക്ടർ കാർഷിക ഭൂമി 36,829 കർഷകരെ ബാധിച്ചു. 3264 ഹെക്ടർ കൃഷിഭൂമി ഇതിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട്. 100 കോടിയുടെ 99.29 കോടിയാണ് ഇന്നലെ വൈകുന്നേരം വരെയുള്ള കണക്ക്. 99.29 കോടി രൂപയുടെ കാർഷിക നഷ്ടമാണ് ഇതുവരെ ഇന്നലെ വൈകുന്നേരം വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ബഹുമാനപ്പെട്ട കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ശ്രീ ശിവരാജ് സിംഗ് ചൗഹാന് ഇന്നലെ ഞാൻ ഔദ്യോഗികമായി കേരളത്തിലെ കൃഷിനാശം സംബന്ധിച്ച് അദ്ദേഹത്തിന് കത്തെഴുതിയിട്ടുണ്ട്. അടിയന്തരമായിട്ടുള്ള 110 കോടിയുടെ സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കത്തെഴുതിയത്. 1 വിളനാശമാണ്, 2 ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം മണ്ണിന്റെ മൂലകങ്ങൾ നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ അത് പുനഃക്രമീകരിക്കാനും പുതിയ കൃഷി ആരംഭിക്കാനും ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള 10 കോടി രൂപയുടെ ഉൾപ്പെടെ 110 കോടി രൂപയുടെ സഹായം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേന്ദ്ര കൃഷി മന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം, ഈ വരുന്ന ഞായറാഴ്ച ഇപ്പോൾ ചില ഇടങ്ങളിൽ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷിനാശം സംഭവിച്ച സ്ഥലത്ത് സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യാപകമായ കൃഷിനാശം സംഭവിച്ച കുട്ടനാട് ഏരിയയിൽ വരുന്ന ഞായറാഴ്ച കൃഷിമന്ത്രി എന്ന രീതിയിൽ നേരിട്ട് സന്ദർശിക്കുക. ആലപ്പുഴയിൽ അവലോകന യോഗം ഉൾപ്പെടെ അതിന്റെ ഭാഗമായി ക്രമീകരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് മറ്റന്നാൾ തിങ്കളാഴ്ച കേരളത്തിലെ ധനകാര്യ സ്ഥാപനങ്ങളുടെ സഹകരണ ബാങ്കുകൾ, നാഷണലൈസ്ഡ് ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ബാങ്കുകളുടെ വിവിധ സർക്കാർ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിന്റെയും ധനകാര്യ വകുപ്പിന്റെയും വിവിധ ഏജൻസീസിന്റെ പ്രത്യേക യോഗം വിളിച്ചിരിക്കുകയാണ്. അതിൽ സഹകരണ മന്ത്രിയും ഞാനും അതിൽ പങ്കെടുക്കും. ആ മീറ്റിംഗിന്റെ പർപ്പസ് നഷ്ടം വന്നതായിരിക്കുന്ന കർഷകർക്ക് കാർഷിക വൃത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രത്യേക സാമ്പത്തിക സൗകര്യം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പുതിയ മൂവ്മെന്റ് ആരംഭിക്കാൻ വേണ്ടിയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം അന്നത്തെ മീറ്റിംഗോടുകൂടി ആരംഭിക്കണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. ആ മീറ്റിംഗിന് ശേഷം അതിന്റെ തീരുമാനങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കും. ഈ വരുന്ന ഓണത്തോടനുബന്ധിച്ച് പച്ചക്കറികളുടെ വില വർദ്ധിക്കാതിരിക്കാൻ 2000 ചന്തകൾക്ക് നേതൃത്വം കൊടുക്കാൻ കൃഷി വകുപ്പ് തീരുമാനിച്ചു. ഹോർട്ടികോർപ്പും VFPCKയും വഴിയായി 2000 ഓണച്ചന്തകൾ നടത്താൻ വേണ്ടി തീരുമാനമെടുത്തു. അതിനുവേണ്ടി മാർക്കറ്റിൽ ഇടപെടുന്നതിന് വേണ്ടി 20 കോടി രൂപ നിലവിൽ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി ആ കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള ഇടപെടൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്, ദീർഘകാലത്തിന് ശേഷം പ്രളയം ഉൾപ്പെടെയുള്ള പ്രകൃതിക്ഷോഭത്തിൽ വിളകൾ നഷ്ടപ്പെടുമ്പോൾ ആ വിളകൾക്ക് കിട്ടുന്നതായ നഷ്ടപരിഹാര തുക 25% വർദ്ധിപ്പിക്കാൻ ക്യാബിനറ്റ് മീറ്റിംഗിൽ തീരുമാനമെടുത്തു.